ഹലോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ NTPCയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേയധികം സെക്ഷൻസ് നമ്മുടെ യൂട്യൂബ് സെഷൻസ് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിന്റെ ഒരു ബേസിക് സെക്ഷൻ ആണ്. എന്താണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരാൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, പഠിക്കാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ ആ സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അപ്പൊ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ നമുക്ക് പിന്നീട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാം യൂണിറ്റ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കണം അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂണിറ്റ്സ് എന്തൊക്കെയാണ്, ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂണിറ്റ്സ് എന്തൊക്കെയാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കിലോമീറ്ററിൽ മെഷർ ചെയ്യാറുണ്ട്, മീറ്ററിൽ മെഷർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പം അതുപോലെ തന്നെ ടൈം ആവുമ്പം ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ടൈം ഉണ്ട്. ടൈം എന്ന് പറയുമ്പോഴത്തേക്കും അത് സെക്കൻഡിൽ മെഷർ ചെയ്യാറുണ്ട്, അതുപോലെ മിനിറ്റിൽ മെഷർ ചെയ്യാറുണ്ട്, അതുപോലെ അവേഴ്സിലും ഉണ്ട് അല്ലെ. അതുപോലെ മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. എന്താ സ്പീഡ് എന്ന് പറഞ്ഞാൽ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. ദൂരം ഭാഗം വേഗതയാണ്, ദൂരം ഭാഗം സമയമാണ് വേഗത. ദൂരം ഭാഗം സമയമാണ് വേഗത. സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം അല്ലെ. യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് സ്പീഡ്. യൂണിറ്റ് സമയത്തിനുള്ളിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗത എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്രയും യൂണിറ്റ്സുകൾ പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൺവേർഷനും പഠിക്കണം. ചില സമയത്ത് കിലോമീറ്ററിലായിരിക്കും ഡിസ്റ്റൻസ് തന്നേക്കുന്നത്, നമുക്ക് മീറ്ററിലോട്ട് മാറ്റേണ്ടി വരും. ചില സമയത്ത് മീറ്ററിലായിരിക്കും തന്നേക്കുന്നത്, കിലോമീറ്ററിലോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ ആ യൂണിറ്റ് കൺവേർഷൻ നോക്കണം. എങ്ങനെയാണ് നമ്മൾ മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റുന്നത്? മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റാനായിട്ട് ഡിവൈഡഡ് ബൈ 1000 ആ ചെയ്യേണ്ടത്. അതുപോലെ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ ഇൻറ്റു 1000 ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്, യൂണിറ്റ് കൺവേർഷൻ ആണ്. കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കണം, മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഭാഗിക്കണം. അപ്പൊ കിലോമീറ്ററും മീറ്ററും ആണ് ഡിസ്റ്റൻസിന്റെ മെയിൻ ആയിട്ടുള്ള യൂണിറ്റുകൾ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ യൂണിറ്റ്സിന്റെ കൺവേർഷൻ പഠിച്ചിരിക്കണം. അടുത്ത നമ്മൾ പഠിക്കുന്ന ടൈം ആണ്. ടൈമില് മണിക്കൂറിനെ നമുക്ക് മിനിറ്റിലോട്ട് മാറ്റേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ആ മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഈ മണിക്കൂറിനെ ഡയറക്റ്റ് സെക്കൻഡിലോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ പോസിബിൾ ആവുന്നത്? എന്താണ് ആ കൺവേർഷൻ സ്റ്റെപ്പ്? മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ ഇൻറ്റു 60 ചെയ്യുക, മിനിറ്റിനെ സെക്കൻഡ് ആക്കാനും ഇൻറ്റു 60 ആണ്. അവറിനെ സെക്കൻഡ് ആക്കണമെങ്കിലോ മണിക്കൂറിനെ ആദ്യം ഒന്ന് മിനിറ്റ് ആക്കണം, മിനിറ്റിനെ പിന്നീട് സെക്കൻഡ് ആക്കണം അല്ലെ. ഇൻറ്റു 60 then again 60, that is 3600. മണിക്കൂറിനെ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3600 3600 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അതൊക്കെയാണ്. മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം, മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം, മണിക്കൂറിനെ സെക്കൻഡ് ആക്കാൻ 3600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തിരിച്ച് ചെയ്യാനും, മിനിറ്റിനെ മണിക്കൂർ ആക്കാനും സെക്കൻഡിനെ മിനിറ്റ് ആക്കാനും സെക്കൻഡിനെ അവർ ആക്കാനും. ഇവിടെ അങ്ങോട്ട് ഇൻറ്റു 60 ആണ്, തിരിച്ച് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 60. അങ്ങോട്ട് ഇൻറ്റു 3600 ആണെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 3600. അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൺവേർഷൻ വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്തൊക്കെയാണ് നമ്മൾ സ്പീഡിന് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്? സ്പീഡിന്റെ മെയിൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും ആണ്. കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും ആണ് അല്ലെ. എങ്ങനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട് ഇൻറ്റു 18/5 ആണ് ചെയ്യേണ്ടത്. മീറ്റർ പെർ സെക്കൻഡിനെ
കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട് ഇൻറ്റു 18/5. അപ്പൊ തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ പറ്റും? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് ഇൻറ്റു 5/18. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് ഇൻറ്റു 5/18 ആണ് ചെയ്യേണ്ടത് അല്ലെ? സോ ഇതാണ് സ്പീഡ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് കൺവേർഷൻ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതിൽ നിന്ന് ഡിസ്റ്റൻസ് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അതുപോലെ ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെങ്കിലോ, ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യണം അല്ലെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യണം. അപ്പം ബേസിക് ആയിട്ട്, വളരെ ബേസിക് ആയിട്ട് ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പഠിക്കാനുള്ളത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം. എന്ത് പറയാം? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അതുപോലെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം ആ യൂണിറ്റ് കൺവേർഷൻ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഓർപ്പിക്കാം. അതായത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ. എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിൽ എക്സ്പ്രസ് ചെയ്യണം. 72 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്, 144 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്, 162 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ പറ്റും? എങ്ങനെ മാറ്റാൻ പറ്റും? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിൽ മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഇൻറ്റു 5/18 ചെയ്താൽ മതി. സോ 72 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 72 ഇൻറ്റു 5/18. 72 into 5/18. So 18 fours are 72. 4 into 5 20. 20 meter per second. അതുപോലെ 144 കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 144 എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. നമുക്ക് 144 into 5/18 ചെയ്യാം അല്ലെ? അപ്പൊ എത്ര വരും? 18 8s are 144. So 8 into 5 40 meter per second എന്ന് വരും. And last one 162 നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 162 കിലോമീറ്റർ പെർ അവറിനെ ഇതുപോലെ ഇൻറ്റു 5/18 ചെയ്ത് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇനി വരുന്നത്, അപ്പൊ നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ ഇപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആക്കി. ഇനി വരുന്നത് എന്തായിരിക്കും? റിവേഴ്സ്. മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ പറ്റും നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് ചോദ്യം. തന്നേക്കുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്, 25 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെ നമുക്ക് ഇതിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ പറ്റും? ആദ്യം തന്നേക്കുന്ന 5 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യമേ അറിയാം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 18/5. സോ 5 ഇൻറ്റു 18/5 ചെയ്യുമ്പം 18 കിലോമീറ്റർ പെർ അവർ എന്ന് വരും അല്ലെ? ഒന്നാമത്തെ ആൻസർ 18 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത്തത് 25 ആണ്. സോ 25നെ നമ്മൾ ഇൻറ്റു 18/5 ചെയ്യുമ്പോൾ 5 ഇൻറ്റു 5 25, 18 ഇൻറ്റു 5 എന്ന് വരും അല്ലെ? 18നെ 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 9നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ 90 കിലോമീറ്റർ പെർ അവർ. ആ ഒരു പരിപാടി അറിയാലോ. 5ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറും ഒരു ഈവൻ നമ്പറും ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? 5നെ ഡബിൾ ആക്കുക 10, 18നെ ഹാഫ് ആക്കുക 9. 5ൽ അവസാനിക്കുന്ന നമ്പറിന്റെ ഡബിളും എടുക്കുക, ഇരട്ട സംഖ്യയുടെ പകുതിയും എടുക്കുക. അപ്പൊ ഒരു 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറും ഒരു ഈവൻ നമ്പറും ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ അതുപോലെ മൂന്നാമത്തത് 30 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനാണ്. 30 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യുന്നത്? 30 ഇൻറ്റു 18/5. 6 5s are 30. 18 ഇൻറ്റു 6 എന്ത് വരും? 108. 18 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 108 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൺവേർഷൻ വരുന്നത്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം.
S is equal to d by t എന്ന് എഴുതാം. Speed is equal to distance by time. Distance is equal to speed into time. And time is equal to distance by speed. ഇതിൽ തന്നെ യൂണിറ്റ്സ് ശ്രദ്ധിക്കണം. ഒരെണ്ണം കിലോമീറ്റർ പെർ അവർ വരുമ്പോൾ മറ്റേടത്ത് മീറ്റർ വന്നാൽ ശരിയാവത്തില്ല അല്ലെ. അപ്പൊ യൂണിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതുപോലുള്ള സെക്ഷൻസ് നമ്മൾ ഒരുപാട് യൂട്യൂബ് സെക്ഷനിൽ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കുറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ബേസിക് ഒരു സെക്ഷൻ ആണ്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറയുക കേട്ടോ. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്ററുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണം, അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ ഏതെങ്കിലും മെത്തേഡ് ഓക്കെ ആയിട്ടില്ല, ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക, കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ് കൊട്ടാരക്കര, കൊല്ലം, അതുപോലെ തിരുവനന്തപുരം, കോഴിക്കോട് സെന്ററുകളിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എല്ലാ കോഴ്സിന്റെയും. ഈ ക്വസ്റ്റിനകത്ത് രാം ട്രാവൽ ഫ്രം എ ടു ബി ഇൻ 8 hours എന്ന് പറയുന്നുണ്ട് അല്ലെ. 8 മണിക്കൂർ എടുക്കുന്നു എ മുതൽ ബി വരെ. ഈ എ മുതൽ ബി വരെയുള്ള അകലം 400 കിലോമീറ്റർ ആണ്. സോ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 400 ബൈ ടൈം ആണ്. സോ എത്ര കിട്ടും? 50 കിലോമീറ്റർ പെർ അവർ. 50 കിലോമീറ്റർ പെർ അവർ. സോ ആൻസർ ഓപ്ഷൻ ബി 50 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ബി 50 കിലോമീറ്റർ പെർ അവർ. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A train traveling 24 kilometer per hour start journey from A to B and reach within 2 hours 20 minutes. What is the distance from A to B? A train traveling 24 kilometer per hour. 24 kilometer per hour എന്ന് പറയുന്നത് സ്പീഡാണ്. 24 kilometer per hour വേഗതയാണ് അല്ലെ. 24 kilometer per hour. സോ ഒരു ട്രെയിനിന്റെ വേഗത, ഒരു ട്രെയിനിന്റെ സ്പീഡ് 24 കിലോമീറ്റർ പെർ അവർ ആണ്. ആ ട്രെയിൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ എത്തി? എ ടു ബി ആണ് എത്തിയത് അല്ലെ. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ എത്തി. എത്ര സമയം കൊണ്ട്? ടൈം ആണ് തന്നിട്ടുള്ളത്. ആ ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ചോദ്യം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് ടൈം ആണ്. സോ അവിടെ ഒരു പ്രശ്നമുണ്ട്. 2 യൂണിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത ടൈം തന്നേക്കുന്നത്. 2 hour മാത്രമായിരുന്നെങ്കിൽ ഈ 24/2 നമുക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയ 22 hour പ്ലസ് ഒരു 20 minutes കൂടെ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാ? 2 hour plus 20 minutes അല്ലെ. 2 hour 20 minutes. ഇതിനെ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? 2 hour and 20 minutes. 2 hour and 20 minutes. 20 മിനിറ്റ്സിനെയും കൂടെ നമുക്ക് മണിക്കൂറിലാക്കാം. കാരണം കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് കിലോമീറ്റർ ആണ് അവിടെ കിടക്കുന്നത്, മണിക്കൂർ ആണ് അവിടെ കിടക്കുന്നത്. സോ അതിനെ മാച്ച് ചെയ്യാനായിട്ട് ഇതിനെല്ലാം നമുക്ക് മണിക്കൂറിലോട്ട് കൊണ്ടുപോകാം. സോ 2 hourന് ഒരു മാറ്റവും ഇല്ല. 20 മിനിറ്റ്സിനെ എങ്ങനെ മാറ്റണം? 20/60 hour എന്ന് എഴുതണം. മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാൻ 60 കൊണ്ട് ഭാഗിക്കണം. അതാണ് നമ്മൾ യൂസ് ചെയ്ത ട്രിക്ക്. മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാൻ 60 കൊണ്ട് ഭാഗിക്കണം. സോ 2 hour plus 0 cancel ചെയ്ത് 1/3. 1/3 hour. So 2 plus 1/3 അല്ലെങ്കിൽ 2 1/3 അല്ലെങ്കിൽ 2 into 3 6 6 plus 1 7. 7/3 hour ആണ് വരുന്നത്. So 7/3 hour ആണ് ടോട്ടൽ ട്രാവൽ ചെയ്യാൻ എടുത്തത്. അങ്ങനെയാണ് ഡിസ്റ്റൻസ് is equal to speed into time ആണ്. So 24 into time എത്ര വരും? Into 7/3. 3യും 24 കട്ട് ചെയ്യുമ്പോൾ 8 8 into 7 56. So answer 56 kilometer. അപ്പൊ 56 kilometer എന്ന് വന്നു അല്ലെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, 56 kilometer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ബേസിക് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ traveling 72 kilometer per hour start journey from A to B and reached within 5 minutes. What is the distance from A to B in meter? മീറ്ററിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി ഇൻ മീറ്റർ? മീറ്ററിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. എങ്ങനെ ചെയ്യാം? എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ. ആ ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ആ ട്രെയിൻ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട്.
ഡിസ്റ്റൻസ് ആ കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്, നമുക്ക് സ്പീഡ് ഇൻറ്റു ടൈം അങ്ങ് ചെയ്താൽ മതി. പക്ഷെ സ്പീഡ് തന്നേക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് അല്ലെ. സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ എന്നാ തന്നേക്കുന്നത്. ടൈം തന്നേക്കുന്നത് മിനിറ്റിലാണ്, 5 മിനിറ്റ്സ് എന്നാ തന്നേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, കിലോമീറ്റർ പെർ അവറും കിലോമീറ്റർ പെർ അവറാ 5 മിനിറ്റ്സും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മീറ്ററിലോട്ട് മാറ്റണം അല്ലെ, മീറ്ററിലോട്ട് മാറ്റണം. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ടും 72 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എത്ര വരും, 18 4s are 72, 4 into 5 20 മീറ്റർ പെർ സെക്കൻഡ് അത് കിട്ടും. അതുപോലെ 5 മിനിറ്റാ, ഇവിടെ സെക്കൻഡ് ആയ സ്ഥിതിക്ക് ഇവിടെ എന്താവണം, സെക്കൻഡിലോട്ട് മാറണം. സോ 5 into 60. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് 20 ആണ്, ടൈം 300 എന്ന് വരും അല്ലെ. 5 into 6 30, 300 വരും. സോ നമുക്ക് ഫൈനലി 6000 മീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. 6000 മീറ്റർ. ഇത് നമുക്ക് 6 കിലോമീറ്റർ എന്ന് എഴുതാം. 6000 മീറ്റർ, 6000 മീറ്റർ എന്ന് വെച്ചാൽ 6 കിലോമീറ്റർ. പക്ഷെ നമുക്ക് വേണ്ടത് മീറ്ററിലായതുകൊണ്ട് ആ 6000 മീറ്റർ തന്നെയാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. സോ ആൻസർ 6000 മീറ്റർ. ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അല്ലെ. ഓപ്ഷൻ ബി 6000 മീറ്റർ. ഓക്കെ ആണ്, അപ്പൊ അതിനകത്ത് ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ഈ ഇക്വേഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. ബേസിക് ആയിട്ടുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ചാപ്റ്ററിൽ വരുന്ന പുതിയ കോൺസെപ്റ്റ് നോക്കാം. പുതിയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് ആണ്. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് അല്ലെ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. എന്താ ഇതിന്റെ അർത്ഥം, അതായത് രണ്ട് സ്പീഡുകൾ തന്നാൽ ജസ്റ്റ് ആഡ് ചെയ്ത് ബൈ 2 ചെയ്തോ, അല്ലെങ്കിൽ 3 സ്പീഡുകൾ തന്നാൽ ആവറേജ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് ആഡ് ചെയ്യും, സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ, ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഭാഗിക്കും. അങ്ങനെ ചെയ്താൽ ആവറേജ് സ്പീഡ് കിട്ടില്ല. ആവറേജ് സ്പീഡ് ഒരു വ്യത്യസ്തമായ കോൺസെപ്റ്റ് ആണ്, അത് സെപ്പറേറ്റ് തന്നെ ചെയ്ത് പഠിക്കണം. ആവറേജ് സ്പീഡ് അത് നമ്മൾ പഠിച്ച ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഇത് പക്ക ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ തന്നെ ചെയ്യണം. ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഭാഗിച്ചാൽ മാത്രമേ നമുക്ക് ശരാശരി വേഗത കിട്ടത്തുള്ളൂ കേട്ടോ. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് വെച്ചാൽ ആകെ സഞ്ചരിച്ച ദൂരം ഭാഗം ആകെ സഞ്ചരിക്കാനെടുത്ത സമയമാണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കേ, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. John drove for 3 hours at a rate of 50 miles per hour and for 2 hours 60 miles per hour. What was his average speed for the whole journey? John 3 മണിക്കൂർ 50 miles per hour വേഗത്തിലും 2 മണിക്കൂർ 60 miles per hour വേഗത്തിലും സഞ്ചരിക്കുകയാണെങ്കിൽ ആ ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 50 miles per hour, ഓപ്ഷൻ ബി 54 miles per hour, ഓപ്ഷൻ സി 55 miles per hour and ഓപ്ഷൻ ഡി 60 miles per hour. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം വേണം അല്ലെ. ഇവിടെ ടൈം ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം ഒരു 3 മണിക്കൂർ സഞ്ചരിക്കുന്നുണ്ട്, പിന്നെ ഒരു 2 മണിക്കൂർ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം വ്യക്തമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആദ്യം ഒരു 3 മണിക്കൂർ സഞ്ചരിക്കുന്നു, പിന്നെ ഒരു 2 മണിക്കൂർ സഞ്ചരിക്കുന്നു, അങ്ങനെ 5 മണിക്കൂർ സഞ്ചരിക്കുന്നു. അതുപോലെ ടോട്ടൽ ടൈം കണ്ടുപിടിച്ചതുപോലെ ടോട്ടൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, എന്നാലേ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും, 3 മണിക്കൂർ ദൂരം 50 miles per hour വേഗത്തിൽ
സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കണം. ദൂരം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ദൂരം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ ആദ്യത്തെ ദൂരം d1 എന്ന് കൊടുക്കാം. ആദ്യം സഞ്ചരിച്ച ദൂരം എന്ന് വെച്ചാൽ 50 miles per hour വേഗത്തിൽ 3 മണിക്കൂർ. അപ്പം 150 miles ആണ് സഞ്ചരിച്ച ദൂരം. പിന്നെ സഞ്ചരിച്ചതോ 60 വേഗത്തിൽ 2 മണിക്കൂർ. അവിടെയും സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 120 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 plus 120 divided by total time 5 hours. So നമുക്ക് അവിടെ 270 divided by 5 എന്ന് വരും. 5 into 5 25, balance 220, 4 into 5 20, 54 വരും. 54 miles per hour വരും കേട്ടോ. per hour വരും. യൂണിറ്റിന് മാറ്റമൊന്നുമില്ല, മൈൽസ് പെർ അവർ തന്നെയായിരിക്കും യൂണിറ്റ്സ്. അതുകൊണ്ട് വേറെ കൺവേർഷനും കാര്യങ്ങളും ഒന്നുമില്ല. മണിക്കൂറിലാണ് സമയം, സ്പീഡ് എല്ലാം മൈൽസ് പെർ അവറിലാണ്. സോ ആവറേജ് സ്പീഡും മൈൽസ് പെർ അവറിലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഓപ്ഷൻ ബി 54 miles per hour ആണ് ആൻസർ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ തന്നില്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം കണ്ടുപിടിച്ച് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ ടൈം ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ സ്പീഡിന്റെയും ഡിസ്റ്റൻസിന്റെയും, അതായത് ടൈമിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ആ ടൈം കണ്ടുപിടിച്ചിട്ട് പല ടൈമുകൾ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ആവറേജ് സ്പീഡ് എന്നുള്ള കാൺസെപ്റ്റ് ക്ലിയർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഷോർട്ട് കട്ട്സുകളൊക്കെ ഉണ്ട്. അതിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ബേസിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവാം. അതുകൊണ്ട് തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലുതായിട്ടൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. Suppose a truck travels 60 km in first hour and 80 km in second hour. What is the average speed of the truck? ആദ്യത്തെ 1 മണിക്കൂർ 60 കിലോമീറ്റർ വേഗത്തിലും അടുത്ത ഒരു മണിക്കൂർ ഈ സെക്കൻഡ് എന്ന് കാണുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവില്ല. രണ്ടാമത്തെ 1 മണിക്കൂർ അല്ലെ, ആ 1 മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നെങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രക്ക് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 55 km per hour, option B 60 km per hour, option C 70 km per hour, and option D 75 km per hour. എന്ത് വരും നോക്കേ, ഡിസ്റ്റൻസ് നോക്കേ, ടോട്ടൽ ഡിസ്റ്റൻസ് വേണം, ടോട്ടൽ ടൈമും വേണം അല്ലെ. ആദ്യം ഒരു 60 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു, പിന്നെ ഒരു 80 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. ആദ്യത്തെ 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 60 കിലോമീറ്ററും അടുത്ത 1 മണിക്കൂറിൽ ഒരു 80 കിലോമീറ്ററും. അപ്പൊ ടോട്ടൽ എത്രയായി? 140 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെ, 140 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി ടോട്ടൽ ടൈം കണ്ടുപിടിക്കാനായിട്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് ആയി ടോട്ടൽ ടൈം, ആദ്യം 1 മണിക്കൂർ പിന്നെ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അല്ലേ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 140 കിലോമീറ്റർ, ടോട്ടൽ ടൈം 2 hours. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് 70 കിലോമീറ്റർ പെർ അവർ. പിന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇതുപോലെ സ്പീഡുകൾ തന്നിട്ട് ടൈം സെയിം ആണെങ്കിൽ ഇവിടെയും 1 hour എടുത്തു ഇവിടെയും 1 hour എടുത്തു, അങ്ങനെ ടൈം സെയിം ആണെങ്കിൽ ഈ 60ന്റെയും 80ന്റെയും ആവറേജ്, 60ന്റെയും 80ന്റെയും ആവറേജ് അല്ലെങ്കിൽ മിഡിൽ വാല്യൂ 70 അല്ലേ. സോ അതായിരിക്കും ആൻസർ. ഓപ്ഷൻ സി 70 ആയിരിക്കും ആൻസർ. അപ്പൊ ടൈം ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ മിഡിൽ വാല്യൂ എടുക്കാം. 60 ഉണ്ട് 80 ഉണ്ട്, കറക്റ്റ് നടുക്ക് വരുന്ന വാല്യൂ ഏതാ? 70 ആണ് അല്ലെ. ആ 70നെ തന്നെ നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടും ടൈം ഈക്വൽ ആണെങ്കിൽ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ കിടക്കട്ടെ. വരും ക്ലാസ്സുകളിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതും ക്ലിയർ ആണല്ലോ, 70 കിലോമീറ്റർ പെർ അവർ, അതും ക്ലിയർ ആണല്ലോ.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Suppose a bus travels first 240 km a speed of 80 km per hour. It covers next 360 km at a speed of 90 km per hour. What is its average speed? Option A 58.74, option B 85.71, option C 55.32, and option D 60.84. ഇവിടെ നമുക്ക് ഫസ്റ്റ് 240 കിലോമീറ്റർ, നെക്സ്റ്റ് 360 കിലോമീറ്റർ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൽ ഒരു പാടുമില്ല അല്ലെ. ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് എ ബസ് ട്രാവൽസ് ഫസ്റ്റ് 240 കിലോമീറ്റർ സ്പീഡ് ഓഫ് 80 കിലോമീറ്റർ പെർ അവർ. അപ്പം D1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 240 കിലോമീറ്റർ. ആദ്യം 240 കിലോമീറ്റർ സഞ്ചരിച്ചത്, ശരിയല്ലേ? ആദ്യം സഞ്ചരിച്ചത് ഒരു 240 കിലോമീറ്റർ. ആദ്യം സഞ്ചരിച്ചത് ഒരു 240 കിലോമീറ്റർ. ഏത് വേഗത്തിലാ സഞ്ചരിച്ചേ? ആദ്യത്തെ വേഗത എന്ന് വെച്ചാൽ 80 കിലോമീറ്റർ പെർ അവർ. സോ ഒരു ദൂരവും ഉണ്ട്, ഒരു വേഗതയുണ്ടെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ട്രാവലിന് 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം 240 ഭാഗം 80. 0 കട്ട് ചെയ്തു, 8 3 24. 3 മണിക്കൂറാണ് ആദ്യം ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം. ഇതുപോലെ പിന്നെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 360 കിലോമീറ്റർ സഞ്ചരിച്ചത്. അടുത്ത എത്ര ദൂരം സഞ്ചരിച്ചത്? 360 കിലോമീറ്റർ. അത് സഞ്ചരിക്കാൻ എടുത്ത വേഗത എത്ര? S2 എന്ന് കൊടുക്കാം. 90 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ അല്ലെ, 90 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഈ 360 കിലോമീറ്റർ സഞ്ചരിച്ചത്. 90 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഈ 360 കിലോമീറ്റർ സഞ്ചരിച്ചത്. അവിടുന്ന് കിട്ടും നമുക്ക് ടൈം എന്ത് കിട്ടും? 4 അവർ അല്ലെ. 360/90. 360/90. ദാറ്റ് ഈസ് 0 കട്ട് ചെയ്തിട്ട് 4 അവർ കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് സമയങ്ങളും കിട്ടി. സമയമായിരുന്നു ഡയറക്റ്റ് തന്നിട്ടില്ലാത്ത. സോ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചൂടെ? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 240 പ്ലസ് 360 എന്ന് വരും. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 3 പ്ലസ് 4. സോ 600 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. 600 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 8 56 40 85 വരെ വരുമ്പോൾ ബാക്കി ഓപ്ഷൻ 80 റേഞ്ച് ഒരെണ്ണേ ഉള്ളായിരുന്നു അല്ലെ. 80 റേഞ്ച് ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പൊ 8 സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ 85.71 നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അല്ലെ. 85.71 എന്നുള്ള ഓപ്ഷൻ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അല്ലാതെ 600 ഡിവൈഡഡ് ബൈ 7 കംപ്ലീറ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഓപ്ഷൻസും കൂടി ഇരിപ്പുണ്ട്. സോ 85.71 ചോദിച്ചേക്കുന്ന ആവറേജ് സ്പീഡ് ആണ്. അതുകൊണ്ട് യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ. 85.71 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ബി 85.71 കിലോമീറ്റർ പെർ അവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.
എ ടോട്ടൽ ജേർണി ഓഫ് 600 കിലോമീറ്റർ. ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ആണ് അല്ലെ. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലെ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ ഇതിൽ നിന്ന് ടോട്ടൽ ടൈം എങ്ങനെ കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ആവറേജ് സ്പീഡ് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ആവറേജ് സ്പീഡ്. സോ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് 600 കിലോമീറ്റർ ആണ്, ആവറേജ് സ്പീഡ് 60 കിലോമീറ്റർ ആണ്. അപ്പൊ ടോട്ടൽ ടൈം 10 എന്ന് കിട്ടും. 10 എന്താണ്? ആകെ സഞ്ചരിച്ച ദൂരം 600 കിലോമീറ്റർ ആണ്, ആവറേജ് സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ ആണ്. സോ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 10 അവർ എന്ന് കിട്ടും അല്ലെ, മണിക്കൂറിൽ കിട്ടും. കിലോമീറ്റർ പെർ അവറും കിലോമീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അവറിൽ കിട്ടും. 10 മണിക്കൂറാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് അല്ലെ. ഇത്ര ഓക്കെ ആണോ? സോ ടോട്ടൽ ടൈം നമുക്കറിയാം. ഇനി ആദ്യത്തെ 120 കിലോമീറ്റർ, ആദ്യത്തെ ഡിസ്റ്റൻസ് ആദ്യം സഞ്ചരിച്ചത് ഒരു 120 കിലോമീറ്റർ ആണ്. അത് സഞ്ചരിക്കാൻ എടുത്ത വേഗത തന്നിട്ടുണ്ട് 40 കിലോമീറ്റർ പെർ അവർ. അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ടൈം കിട്ടും 120/40. കട്ട് ചെയ്ത് 0 കട്ട് ചെയ്ത് ബാക്കി 3 മണിക്കൂറാണ് ആകെ സഞ്ചരിക്കാൻ എടുത്തത് അല്ലെ. 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയമാണ് ഈ 3 മണിക്കൂർ. 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയമാണ് 3 മണിക്കൂർ. ഓക്കെ. അപ്പൊ ആ ടോട്ടൽ ടൈമിൽ 3 മണിക്കൂർ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യം സഞ്ചരിക്കാൻ എടുത്ത സമയവും ഉണ്ട്, രണ്ടാമത് സഞ്ചരിക്കാൻ എടുത്ത സമയമുണ്ട്. അപ്പൊ രണ്ടാമത് സഞ്ചരിക്കാൻ എടുത്ത സമയം 7 മണിക്കൂർ അല്ലേ. മനസ്സിലായോ? ആകെ 10 മണിക്കൂറാണ്. അതിൽ 3 മണിക്കൂർ 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മണിക്കൂർ എടുത്ത്. ബാക്കി 7 മണിക്കൂർ കൊണ്ടാണ് 480 അടുത്ത ഡിസ്റ്റൻസ് ആയ 480 കിലോമീറ്റർ സഞ്ചരിച്ചത് 7 മണിക്കൂർ കൊണ്ടാണ്. അപ്പൊ സ്പീഡ് എന്ത് വരും? സ്പീഡാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. 480 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. 480 ഡിവൈഡഡ് ബൈ 7. സോ 6 തൊട്ട് കട്ട് ചെയ്യാം അല്ലെ. 42. 6ൽ വരുന്ന 2 ആൻസർ ഉണ്ട്. 66 ഉണ്ട്, 68.57 ഉണ്ട്. നമുക്ക് നോക്കാം, ബാക്കിയും കൂടെ ചെയ്ത് നോക്കാം. ബാക്കി എന്ത് വരും? 42, 6, 60 വരും. അപ്പൊ 8 7s are 56. അപ്പൊ 68 പോയിന്റിൽ വരുന്ന ഓപ്ഷനുള്ള ആൻസർ അങ്ങ് എഴുതിയാൽ മതി. 68.57 ഓപ്ഷൻ ഡി ഉണ്ട് അല്ലെ. 68.57 എന്നുള്ളത് ഓപ്ഷൻ ഡി ഉണ്ട്. സോ അതങ്ങ് എഴുതിയാൽ മതി. ബാലൻസ് ചെയ്യണം എന്നില്ല. മനസ്സിലായോ? 68.57 കിലോമീറ്റർ പെർ അവർ ആണ് രണ്ടാമത് ട്രാവൽ ചെയ്യാൻ എടുത്ത സ്പീഡ്. ഓക്കെ ആണേ? ആ ക്വസ്റ്റ്യനും ക്ലിയർ ആണേ? അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് സ്പീഡിന്റെ യെസ് ഓപ്ഷൻ ഡി 68.57 കിട്ടി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആവറേജ് സ്പീഡിന്റെ ഒന്നും അല്ല. An aeroplane covers a certain distance at a speed of 240 km per hour in 5 hours. To cover the same distance in 1 hour, it must travel at a speed of. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാവോ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. An aeroplane covers a certain distance at a speed of 240 km per hour in 5 hours എന്നാ പറയുന്നത് അല്ലെ. ഒരു എയ്റോപ്ലെയിൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് 240 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് വരും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. അപ്പൊ സഞ്ചരിച്ച ദൂരം എന്ന് വെച്ചാൽ 240 ഇൻറ്റു 5 ആണ്. എത്ര വരും? 1200 അല്ലെ. 1200 കിലോമീറ്റർ. ഇതേ ദൂരം സെയിം ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് വീണ്ടും ഇത് തന്നെയാണ്. ഈ 1200 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം മാറി 1 അവർ കൊണ്ട് സഞ്ചരിക്കാൻ ഏത് സ്പീഡിൽ സഞ്ചരിക്കണം? ഡിസ്റ്റൻസ് 1200 കിലോമീറ്റർ ആണ്, സഞ്ചരിക്കേണ്ടത് 1 അവറിലാണ്. ഏത് സ്പീഡിൽ സഞ്ചരിക്കണം? 1200 ഭാഗം 1 കിലോമീറ്റർ പെർ അവർ. ദാറ്റ് ഈസ് 1200. 1200 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് സഞ്ചരിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ചോദിക്കും, ഇത്ര ഡിസ്റ്റൻസ് ഈ വേഗത്തിൽ ഇത്ര സമയം കൊണ്ട് സഞ്ചരിച്ചു, അങ്ങനെയാണെങ്കിൽ അതേ ദൂരം എന്ന് പറയുമ്പോൾ ആ ദൂരം സെയിം ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ.
ആ ദൂരം അതുപോലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h crosses a bridge in 15 minutes. Then the length of the bridge in meter. ബ്രിഡ്ജിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതും മീറ്ററിനകത്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h. അപ്പം സ്പീഡ് തന്നിട്ടുണ്ട്. എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h എന്ന് പറയുമ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ. 5 km/h ആണ് സ്പീഡ്. ട്രാവൽ ചെയ്ത ടൈം, ബ്രിഡ്ജിനെ പാസ് ചെയ്ത അല്ലെങ്കിൽ ബ്രിഡ്ജ് പാസ് ചെയ്ത ആ ഒരു ടൈം എന്ന് വെച്ചാൽ 15 മിനിറ്റ് ആണ്. ഇവിടെ യൂണിറ്റ് കൺവേർഷൻ വേണം അല്ലെ. സ്പീഡ് km/hലും ടൈം മിനിറ്റിലുമാണ്. സ്പീഡ് km/hലും ടൈം എന്തുപോലുമാണ്? മിനിറ്റിലുമാണ്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അല്ലെ. അപ്പൊ നമുക്ക് km/h എന്ത് ചെയ്യാം? മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. അതുപോലെ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റിയിട്ട് വേണം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. സോ ഇത് ഞാൻ ഒരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്. ചെയ്ത് നോക്കുക. കിട്ടുന്ന ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യുവോ? അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഞാൻ ഇവിടെ നിർത്തുവാണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഇതിന്റെ കണ്ടിന്യൂസ് സെക്ഷൻസ് യൂട്യൂബിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ്, സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്, ആ ഒരു ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിന്റെ താഴെയുള്ള കമന്റ് ബോക്സ്, ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ട്. മാക്സിമം എല്ലാം യൂസ് ചെയ്ത് പഠിച്ച് ജോലിയിൽ കയറാൻ നോക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു, ബൈ.